നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കണ്ടീജിയസ് മെമ്മറി അലോക്കേഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അൽഗോരിതംസും ആണ് കണ്ടത്. ഫിക്സഡ് സൈസ്, വാരിയബിൾ സൈസ് എന്താന്നുള്ളതൊക്കെ നോക്കി അതിൽ വരുന്ന 3 ഡിഫറെന്റ് കാറ്റഗറൈസേഷൻ ഓഫ് അൽഗോരിതംസ് നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് നോൺ കണ്ടീജിയസ് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നോർമലി നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമറി മെമ്മറിന്റെ കോൺസെപ്റ്റ് എങ്ങനെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെക്ഷനിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും, ബാക്കിയുള്ള സ്പേസിൽ യൂസർ സ്പേസ് ആണ് അല്ലേ. ഇവിടെ നോക്കുക, ഇവിടെ ഈ ഒരു കളേർഡ് ആയിട്ട് വരുന്ന ഏരിയയിൽ എന്തൊക്കെയോ പ്രോസസ്സുകൾ ഉണ്ട്, ഇവിടെയും എന്തൊക്കെയോ പ്രോസസ്സുകൾ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ ബാക്കിയുള്ള സ്പേസ്, ഇവിടെ ഈ ബ്ലാക്ക് കളറിൽ വരുന്ന സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ സ്പേസസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, 1 KB പ്രോസസ്സ് അവിടെ എന്തോ ഉണ്ട്, അതേപോലെ തന്നെ വേറൊരു 1 KB പ്രോസസ്സ് അവിടെ എന്തോ ഉണ്ട്. ബാക്കി 2 KB ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്, ഇവിടെ ഒരു 2 KB ഫ്രീ ആയി കിടക്കുന്നുണ്ട്, ഇവിടെ ഒരു 2 KB ഫ്രീ ആയി കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ടോട്ടൽ 6 KB ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്, പക്ഷേ ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലാണ് ആ 6 KB ഫ്രീ ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, ഇനി നോക്കുക, നമുക്കൊരു പ്രോസസ്സ് വന്നു, P1 എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് വന്നു. അതിന് ടോട്ടൽ 6 KB ആണ് പ്രോസസ്സിങ് ആവശ്യമായിട്ട് വരുന്നത്, മെമ്മറി ആവശ്യമായിട്ട് വരുന്നത് 6 KB ആണ്. പക്ഷേ കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 6 KB ഉണ്ടെങ്കിൽ പോലും എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്നൊരു പ്രോസസ്സ് കാരണം നമുക്കവിടെ സ്റ്റോറിങ് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നോൺ കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 6 KBനെ നമുക്ക് സ്റ്റോറിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര മെമ്മറി സ്പേസ് ആണ് അല്ലെങ്കിൽ എത്ര മെമ്മറികളുടെ ഡിവിഷൻ ആണ് ഫ്രീ ആയിട്ട് കിടക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടെ നോക്കും, ഇവിടെ ഒരു 2 KB കിടക്കുന്നുണ്ട്, ഇവിടെ ഒരു 2 KB കിടക്കുന്നുണ്ട്, ഇവിടെ ഒരു 2 KB കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും, എവിടൊക്കെയാണ് ഏതൊക്കെ ഡാറ്റാസ് ആണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് ഇവിടെ, ഇപ്പോൾ ചിലപ്പോൾ ചില സമയത്ത് ഇവിടെ 1 KBയോ ഇവിടെ 3 KBയോ അങ്ങനെയൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മെമ്മറിയിൽ എങ്ങനെയാണോ ഫ്രീ സ്പേസ് പാർട്ടീഷനിങ്ങിനുള്ളത് എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യും. അതിനനുസരിച്ച് ഇവിടെ നമ്മുടെ ഓവറോൾ പ്രോസസ്സിനെ ഡിവിഷൻ ചെയ്യും. അപ്പോൾ ഇവിടെ എല്ലാം 2 KB ആയത് കാരണം ഈ ഒരു പ്രോസസ്സ് 1നെ 2 KB വെച്ചിട്ട് ഡിവിഷൻ ചെയ്യും. എന്നിട്ട് പ്രോസസ്സ് 1 ഫസ്റ്റ് 2 KB ഫ്രീ സ്പേസ് എല്ലാം എടുത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് 2 KBനെ അവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. ബാക്കി വരുന്ന സ്പേസസിൽ അടുത്ത 2 KB എവിടെയാണോ ഫ്രീ ആയിട്ട് കിടക്കുന്നത് അവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. അങ്ങനെ ഒരു പ്രോസസ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവിഷൻ ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ നോൺ കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, ഇനി ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആദ്യം പ്രൈമറി മെമ്മറിയിൽ പോയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് എത്ര ഫ്രീ സ്പേസ് ആണ് ഉള്ളത് എന്നുള്ളതും, അതേപോലെ തന്നെ അതിനനുസരിച്ചുള്ള പ്രോസസ്സുകളുടെ ഡിവിഷനും ഒക്കെ ചെയ്യുന്നത് ഡിഫറെൻറ്റ് മെത്തേഡ്സുകൾ യൂസ് ചെയ്തിട്ടാണ്. അതിൽപ്പെട്ട ഒരു മെത്തേഡാണ് പേജിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പേജിങ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ നമ്മുടെ ഈ ഒരു മെമ്മറിയിലെ ഫ്രീ സ്പേസിനനുസരിച്ച് അല്ലെങ്കിൽ മെമ്മറിയിലുള്ള ഹോളിനനുസരിച്ച് നമ്മുടെ പ്രോസസ്സിനെ ഡിവൈഡ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ടൈം കൺസ്യൂമിങ് ആണ്, അതേപോലെ തന്നെ കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന്, അതായത് നമ്മുടെ മെമ്മറിയിൽ എത്ര ഫ്രീ സ്പേസ് ആണ് ഉള്ളത് അല്ലെങ്കിൽ എത്ര ഫ്രീ സ്പേസുകളുടെ ഡിവിഷൻ ആണോ ഉള്ളത് അതിനനുസരിച്ച് പ്രോസസ്സിനെ ഡിവൈഡ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is time consuming and it is costly. So we have to go for another method that is called paging. ഇനി പേജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിനെയും അതേപോലെ തന്നെ മെമ്മറിനെയും നമ്മൾ ഈക്വൽ ഡിവിഷൻ ആക്കിയിട്ട് മാറ്റും, ഈക്വൽ ഫിക്സഡ് സൈസ് പാർട്ടീഷൻസ് ആക്കിയിട്ട് മാറ്റും. അതിൽ സെക്കൻഡറി ഡിവൈസിലുള്ള പാർട്ടീഷൻ എന്ന് പറയുന്ന പേര് പേജസ് എന്നും, അതേപോലെ തന്നെ മെയിൻ മെമ്മറിയിലുള്ള പാർട്ടീഷൻ എന്ന് പറയുന്ന പേര് ഫ്രെയിംസ് എന്നുമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ടിലും സെയിം സൈസ് ആയിരിക്കും, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിൽ വരുന്നതും സെയിം ആയിരിക്കും, അതേപോലെ തന്നെ പ്രൈമറി സ്റ്റോറേജ് ഡിവൈസിൽ വരുന്ന ഡിവിഷനും സെയിം ആയിരിക്കും. ഓക്കെ,
സോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേജ് സൈസ് രണ്ടിലും പേജ് സൈസും ഫ്രെയിം സൈസും ഈക്വൽ ആയിരിക്കും. പേജ് എന്ന് പറയുന്നത് സെക്കൻഡറി ഡിവൈസിലാണ്, ഫ്രെയിം എന്ന് പറയുന്നത് പ്രൈമറി ഡിവൈസിലാണ്. രണ്ടും ഈക്വൽ സൈസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, നമ്മളടുത്ത് ഒരു റാം ഉണ്ട്, 6 KB റാം, നമ്മുടെ പ്രൈമറി മെമ്മറി ഉണ്ട്. ഓരോന്നിനും 1 KB ആണ് ഡിവിഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 3 പ്രോസസ്സറുകളുണ്ട്, P3, P1 ആൻഡ് P2. P3 2 KB ആണ്, P1 2 KB ആണ്, അതേപോലെ തന്നെ P2 എന്ന് പറയുന്നതും 2 KB ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഫസ്റ്റ് വന്ന പ്രോസസ്സ് ഏതാണെന്ന് നോക്കും. ഫസ്റ്റ് വന്നത് P3 ആണ്. P3ക്ക് 2 KB ആണ്. 2 KB എന്ന് പറഞ്ഞാൽ അതിനെ ഡിവിഷൻ ചെയ്യും. സെക്കൻഡറി സ്റ്റോറേജിലാണെങ്കിൽ പേജസ് 2 പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓൾറെഡി നമ്മുടെ റാം ഫ്രെയിംസ് ആക്കിയിട്ട് ഡിവിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ P3ന് ഡയറക്റ്റ് അലോക്കേറ്റ് ചെയ്യും. P3 എന്ന് പറയുന്നത് ഡയറക്റ്റ് അലോക്കേഷൻ ആയിരിക്കും. P3 എന്നുള്ളത് ഫസ്റ്റ് 2 ലൊക്കേഷനിൽ P3 സ്റ്റോർ ചെയ്യും. പിന്നെ P1 ആണ് വരുന്നത്. P1നെ നമുക്ക് എന്താണ്, ഈക്വൽ സൈസ് ആണ്, പേജസും ഫ്രെയിംസും ഈക്വൽ സൈസ് ആണ്. സോ അതിനെ 1 KB വെച്ചിട്ട് ഡിവിഷൻ ചെയ്യും, അത് ഡയറക്റ്റ് സ്റ്റോറിങ് ചെയ്യും. ദെൻ നെക്സ്റ്റ് P2 ആണ് വരുന്നത്. P2നും 2 KB ആണുള്ളത്. അതും ഈക്വൽ സൈസ് പാർട്ടീഷനാണ് കിടക്കുന്നത്. അതിനും എന്ത് ചെയ്യും, ഡയറക്റ്റ് റാമിലേക്ക് സ്റ്റോർ ചെയ്യും. ഇതാണ് പേജിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇവിടെ പേജ് സൈസും ഫ്രെയിം സൈസും ഈക്വൽ സൈസാണ്, ദാറ്റ് ഈസ് 1 KB. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും കൂടുതൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.